ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ഇന്നൊരു Q&A എപ്പിസോഡാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. കുറേയധികം ദിവസങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഡ്രൈവിംഗ് പരമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, മെയിൽ ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ചില മറുപടികൾ സൺഡേയിൽ ഓരോ എപ്പിസോഡായിട്ട് ചെയ്തിട്ടാലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണമാണെന്ന് തോന്നിയെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന 4 ചോദ്യങ്ങൾ, കമൻറ്റ് ബോക്സിൽ വന്ന 4 ചോദ്യങ്ങളാണ്. 1, ട്രാഫിക്കുള്ള കയറ്റത്തിൽ വണ്ടി ഓഫായാൽ എന്ത് ചെയ്യണം? 2, കാർ റിവേഴ്സ് പഠിക്കാനായിട്ടുള്ള ട്രിക്ക് എന്താണ്? കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് നല്ലൊരു പോയിൻ്റാണ്. വളവിൽ ക്ലച്ച് ചവിട്ടാമോ? അപ്പോൾ ഇങ്ങനെയുള്ള 4 ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യത്തെ ഒരു ചോദ്യം, ട്രാഫിക്കുള്ള കയറ്റത്തിൽ വണ്ടി ഓഫായാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രാഫിക്കുള്ള കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു ചെറിയ മെത്തേഡ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങളതൊന്ന് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ വണ്ടി ഒരു ട്രാഫിക്കുള്ള കയറ്റത്തിൽ ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പുറകിൽ മറ്റു വാഹനം ഉണ്ടാകും, ചിലപ്പോൾ മുന്നിലും വണ്ടികൾ ഉണ്ടാകും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മുന്നിൽ വണ്ടികൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ട്രാഫിക്കുള്ള കയറ്റത്തിൽ വണ്ടി ഓഫായാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെ വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹാൻഡ് ബ്രേക്ക് ഇട്ടെടുക്കുന്ന വീഡിയോകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇപ്പോൾ തൊട്ട് മേളിലും കൊടുക്കാം. ഇനി എങ്ങനെ അതെടുക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്ലച്ചിലും ബ്രേക്കിലും കാല് വന്ന് പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇടുമ്പോൾ ഗിയർ മാറിപ്പോകരുത്, ഫസ്റ്റ് ഗിയർ തന്നെ ചേർത്തിടുക. അതിനുശേഷം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. വലിച്ചിട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, പതുക്കെ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ബൈറ്റിംഗ് പോയിന്റിലേക്ക് വരിക. അതിനുശേഷം നിങ്ങൾ മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോൾ ആകില്ല, കാരണം ഹാൻഡ് ബ്രേക്കിലുള്ളത് കൊണ്ട് തന്നെ. എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ ഒരു ശകലം കൊടുക്കുക, ഒരുപാട് കൊടുക്കരുത്. അതായത് നല്ല രീതിയിൽ ആ ഒരു എരപ്പീരായിട്ടുള്ള സൗണ്ട് വരുന്ന രീതിയിൽ കൊടുക്കരുത്. ഏകദേശം ഒരു നമുക്ക് വണ്ടി മൂവ് ആകാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലേഷൻ മാത്രം കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ പതിയെ ക്ലച്ചിൻ്റെ ആ ഒരു ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ കാല് ചെറുതായിട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്ന സെയിം ടൈമിൽ നമ്മൾ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതെ ഒരു ട്രാഫിക്കിൽ നിങ്ങൾക്ക് വണ്ടി പെട്ടെന്ന് തന്നെ എടുത്ത് പോകാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടെ നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഹാൻഡ് ബ്രേക്ക് ഇടണ്ട, നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ബ്രേക്കിൽ ചവിട്ടി വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് പ്രോപ്പർ കണ്ടുപിടിക്കുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാല് എടുത്ത് വളരെ വേഗത്തിൽ ഒരു ആക്സിലേഷൻ എരപ്പിച്ച് കൊടുക്കരുത്, ആവശ്യാനുസരണമുള്ള ഒരു ചെറിയ ആക്സിലേഷൻ കൊടുക്കുക. അതിനുശേഷം ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതിയെ കാലേക്ക്, അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ വണ്ടി ബാക്കിലേക്ക് പോകാതെ എടുക്കാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. നിങ്ങൾ തിരക്കില്ലാത്ത ചെറിയ കയറ്റങ്ങളിൽ പോയിട്ട് മുന്നിലൊരു ട്രാഫിക് ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് ശീലിക്കുക. അപ്പം നിങ്ങൾക്ക് ആ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് നിങ്ങളുടെ കാലിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്ത്, അതുപോലെ തന്നെ ആക്സിലേഷൻ കൊടുക്കുന്ന ഒരു മെത്തേഡൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, ഒരു വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ട്രിക്ക് എന്താണ്? എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള ട്രിക്ക് എന്താണ്? റിവേഴ്സ് ഓടിക്കുക എന്നുള്ളത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫ്രണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയാതെ വരാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഒരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ഇടത്തെ ഭാഗത്തേക്ക് വണ്ടിയുടെ റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കണം. വലത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ ആ ഒരു സമയത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ വണ്ടിയുടെ ബാക്ക് സൈഡ് തിരിയുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് മാറുന്നുവെന്ന് ഓർക്കുക. അതായത് ഇടത്തെ സൈഡിലേക്ക് വണ്ടിയുടെ ബാക്ക് പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് കൃത്യമായിട്ട് മാറും. അങ്ങനെ മാറുമ്പോഴേ നമുക്കൊരു ടേൺ എടുത്ത് റിവേഴ്സ് ഒക്കെ ഒരു വണ്ടി കയറ്റി ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു
മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലച്ച് കൺട്രോൾ ചെയ്ത് റിവേഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്കൊരു നിരപ്പ് റോഡിലാണ് റിവേഴ്സ് എടുക്കുന്നതെങ്കിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് നമ്മൾ വണ്ടിയെ മൂവ് ആക്കുക, ആവശ്യാനുസരണം മാത്രം ആക്സിലേഷൻ കൊടുക്കുക. ഈ ക്ലച്ച് കൺട്രോൾ ചെയ്ത് എടുക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് പതിയെ മൂവ് ആക്കാനായിട്ട് സാധിക്കും. റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യവും പതിയെ വണ്ടിയെ മൂവ് ആക്കുക എന്നുള്ളതാണ്. വണ്ടിയുടെ സ്പീഡ് കൂടിക്കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വാഹനം ഒരു സൈഡിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നേരെയാക്കി എടുക്കാനായിട്ട് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് സൈഡാണ് ശ്രദ്ധിക്കേണ്ടത്, ഫ്രണ്ട് അല്ല ശ്രദ്ധിക്കേണ്ടത്. ഫ്രണ്ട് നമ്മൾ നോക്കണം, എന്നാലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഇനി ബാക്ക് സൈഡ് എങ്ങനെ നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു റിവേഴ്സ് എടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മിറർ നോക്കി. അതിൻ്റെ ലിങ്ക് ഇതേ തൊട്ട് മേളിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വളവിൽ ക്ലച്ച് ചവിട്ടാമോ? നല്ലൊരു ചോദ്യമാണ്, ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. വളവിൽ ക്ലച്ച് ചവിട്ടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വളവിലും നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടില്ല. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നിരപ്പ് റോഡിൽ പോകുന്നു, ചെറിയൊരു വളവ് വന്നു, അവിടെ നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടില്ല. അപ്പോൾ ഒരു നിരപ്പ് റോഡിൽ നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വളവ് വരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വളവ് കണ്ടാൽ ഉടൻ തന്നെ ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് പതിയെ കാലെടുത്ത് ബ്രേക്ക് പെഡലെ വെച്ച് വാഹനം സ്ലോ ചെയ്ത് ആ ഒരു ചെറിയ വളവ് തിരിയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ ചില വളവുകളിൽ നമുക്ക് ക്ലച്ച് താങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള വളവെന്ന് പറയുന്നത് ചെറിയ ഇറക്കത്തോട് കൂടിയ വളവുകൾ. ഇറക്കത്തോട് കൂടിയ ഒരു വളവെന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ജംഗ്ഷനിൽ നിന്ന് ഒരു ഇറക്കത്തോട് കൂടിയൊരു വളവ് തിരിയുന്നു. അപ്പോൾ അങ്ങനെ തിരിയുന്ന സന്ദർഭങ്ങളിൽ ഒരു ജംഗ്ഷനിൽ നിന്ന് നന്നായിട്ട് ടേൺ എടുത്ത് വേണം നമുക്കൊരു വളവിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി തിരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഏത് സൈഡിലേക്കാണോ നമ്മൾ തിരിയുന്നത് അങ്ങോട്ട് തിരിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ബ്രേക്ക് കൂടുതലായിട്ട് ചവിട്ടുമ്പോൾ വണ്ടി ഓഫായി പോകും. അപ്പോൾ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ക്ലച്ചും കൂടെ താങ്ങി ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് പതുക്കെ ലെഫ്റ്റോ റൈറ്റോ ഉള്ള വളവാണോ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിറങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വളവുകൾ ആണ്, ഒരു റോഡിൽ സ്ട്രെയിറ്റ് പോകുന്നു, ജംഗ്ഷനൊന്നുമല്ല, അങ്ങനെയുള്ള വളവിൽ നമുക്ക് ക്ലച്ച് താങ്ങണോ? അങ്ങനെയുള്ള വളവിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഹാഫ് ക്ലച്ചൊക്കെ ചില സാഹചര്യങ്ങളിൽ താങ്ങേണ്ടി വരും. ചിലപ്പോൾ ഒന്ന് ഫുൾ ക്ലച്ചും ചവിട്ടേണ്ടി വരും. ഹാഫ് ക്ലച്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ വണ്ടിയിൽ പോകുന്നു, ചെറിയൊരു വളവാണ്, വളവ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത്, ഇപ്പോൾ തേർഡിലാണ് പോകുന്നതെങ്കിൽ സെക്കൻഡിലേക്കൊക്കെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചിലൊന്ന് കാല് വെച്ചേക്കുക. ആവശ്യം വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഒരു വളവ് വരുമ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല. ഫുള്ള് ചവിട്ടി കൊടുത്താലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള പിടുത്തം അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് വണ്ടി ഫ്രീ ആകും. ആ ഒരു ടൈമിൽ വണ്ടിയുടെ വേഗത കൂടുകയും ചിലപ്പോൾ അപകടം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വളവിൽ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അപകടം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അപകടം വരാതെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് വരാതിരിക്കുക. ഇത് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം, നമ്മളൊരു മെയിൻ റോഡിലൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ബ്രേക്കിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി നടു റോഡിൽ ഓഫായി പോകും, പുറകിൽ വണ്ടികളുണ്ടാകും. അപ്പോൾ കൃത്യമായിട്ടും ഒരു മെയിൻ റോഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി അവിടെ നിൽക്കും എന്ന് ഒരിക്കലും പുറകിൽ നിന്ന് വരുന്ന വാഹനം പ്രതീക്ഷിക്കത്തില്ല. അപ്പോൾ സഡനായിട്ട് പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പുറകിലത്തെ വണ്ടി വന്ന് നമ്മുടെ വണ്ടിയെ ഇടിക്കും. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ബ്രേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും ഇറങ്ങുന്ന വാഹനങ്ങളുടെയൊക്കെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പവർ ബ്രേക്കാണ്. ജസ്റ്റ് നമ്മളുടെ കാല് ഒന്ന് മെല്ലെ വെച്ച് കൊടുത്താൽ തന്നെ വണ്ടിക്ക് ബ്രേക്ക് ആവും. അപ്പോൾ എന്ത് ചെയ്യണം? മെല്ലെ ബ്രേക്ക് കൊള്ളിച്ച് ചവിട്ടി ശീലിക്കുക. ഇനി ഒരു ഇറക്കമൊക്കെ ഇറങ്ങി പോകുന്ന സാഹചര്യങ്ങളിലും നിങ്ങൾ ബ്രേക്ക് കൊള്ളിച്ച് ചവിട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഹാർഡ് ബ്രേക്കും പോകരുത്, തീർത്തും കാലയ്യാനും പാടില്ല. എന്നാൽ വണ്ടിയുടെ വേഗത, നമ്മൾ സൈക്കിളൊക്കെ പണ്ട് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഇങ്ങനെ കൊള്ളിച്ച് പിടിക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശീലിക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പമ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക, പതിയെ ബ്രേക്കിൽ നിന്ന് കാലയക്കുക.
വീണ്ടും ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക, പതിയായിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനും വണ്ടി റൺ ചെയ്തെടുക്കാനായിട്ടും കഴിയും. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ടും ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അപകടം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാനും വണ്ടിയെ നിർത്താനുമായിട്ട് പെട്ടെന്ന് പഠിക്കണം. കാരണം ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുറുകെ ഒരു പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്നൊന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പെട്ടെന്ന് അറിയാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടി നിർത്താനായിട്ട് കഴിയണം. അപ്പോൾ ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്തെടുക്കാനും നിർത്താനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് അപകടം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലേക്ക് നോക്കുന്നത് പോലെ തന്നെ എപ്പോഴും ഒരു നോട്ടം നമുക്ക് റിവേഴ്സ് കിട്ടണം, പുറകിലേക്ക് കിട്ടണം. അപ്പോൾ അതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ കൃത്യമായിട്ടും വണ്ടിയുടെ ബാക്ക് സൈഡ് കാണുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു മിറർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിററിലൂടെയാണ് നമ്മൾ കൂടുതലും ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മളുടെ റൈറ്റ് സൈഡിലെ മിററാണ്, ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്നിരിക്കുന്ന മിറർ. ആ മിററും അഡ്ജസ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്യുക. വണ്ടി നിങ്ങൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ മുന്നിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് പല കാര്യങ്ങളും നമ്മൾ ജഡ്ജ് ചെയ്യുക. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, പുറകിൽ നിന്നൊരു ഹോൺ അടിച്ചാൽ നമുക്ക് മനസ്സിലാവും പുറകിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ പുറകിൽ നിന്നൊരു വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തുടർന്നുള്ള എല്ലാ സൺഡേയിലും ഇത്തരത്തിലുള്ള ഒരു ചോദ്യോത്തര പങ്ക്തി ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.